മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലൈസൻ ലോനപ്പൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്തുകാവ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മകനു വേണ്ടി, ജൊഹാൻ ലൈസൻ ചെറിയത്, ജീവനത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മകനു വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതും സാക്ഷ്യം പറയുന്നതുമെല്ലാം. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിക്കട്ടെ. എൻ്റെ മകൻ കഴിഞ്ഞ 2 വർഷമായി 2024 നീറ്റ് എക്സാമിന് MBBS അഡ്മിഷൻ കിട്ടണമെന്ന ആഗ്രഹത്തോടെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. അവൻ ഹോസ്റ്റൽ കൂത്താട്ടുകുളത്തെ മേരിഗിരി സ്കൂളിൽ ഹോസ്റ്റലിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിലെ മോഡൽ എക്സാംസ് മുതൽ ഓരോ പരീക്ഷ കഴിയുന്തോറും അവൻ്റെ മാർക്ക് കുറഞ്ഞു വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും ആകുലതയുണ്ടായി. അവൻ ഓരോ പരീക്ഷ കഴിയുന്തോറും മാർക്ക് കുറഞ്ഞു. കാരണം മുൻ വർഷങ്ങളിൽ 2023-24 600 അതിലധികമോ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 600 എന്നൊരു ടാർഗറ്റ് ഞങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവനോട് പഠിക്കാൻ പറഞ്ഞതും ഇവൻ പഠിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ ഓരോ പരീക്ഷ കഴിയുന്തോറും മാർക്ക് കുറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അവനാകെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഇനി ശരിക്കുള്ള പരീക്ഷ എഴുതാൻ എനിക്ക് സാധിക്കില്ല, എന്നെ അബ്ബ എന്നാണ് വിളിക്കാറ്, എന്നെ സഹായിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിന്നെ ഞാൻ എങ്ങനെ സഹായിക്കും, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണം. അപ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് എടുത്താൽ പോരെ? അവൻ പറഞ്ഞു, പോരെ, എനിക്ക് 18 വയസ്സായിട്ടില്ല, തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു, മോന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഉടമ്പടി എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കാൻ തയ്യാറാവുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. ഏപ്രിൽ 30 ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെ മെയ് 1 ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവധി ദിവസമാണ്, ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഏപ്രിൽ 30 മുതൽ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച ആ ദിവസം മുതൽ അവൻ എഴുതിയ എല്ലാ മോഡൽ എക്സാംസിനും അവൻ 600-ലധികം മാർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. മോനെ, നീ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട്, മാതാവ് ചിറക് മുളച്ച മാതാവ് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മതി, ഇന്ന മെഡിക്കൽ കോളേജൊന്നും ചോദിക്കേണ്ട, അത് അത്യാഗ്രഹമാവില്ലേ? ഞങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രഥമ നിയോഗമായിട്ട് വെച്ചത്. തൽഫലമായിട്ട് അവൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നീറ്റ് പരീക്ഷ എഴുതുകയും നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ 600 എന്നാണ് മനസ്സിലാഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾ മാതാവിനോട് ചോദിച്ചിരുന്നില്ല. അവൻ 627 മാർക്ക് കിട്ടി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി. തീർച്ചയായിട്ടും അവൻ അഡ്മിഷൻ കിട്ടും. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ റാങ്ക് വീഴാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ റാങ്ക് വന്നപ്പോൾ ഇക്കൊല്ലത്തെ നിങ്ങൾക്ക് പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അവൻ 627 മാർക്കിൽ ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. അവൻ്റെ റാങ്ക് 47,000-ലധികമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിരാശ വന്നു. അയ്യോ, ഇനിയിപ്പോൾ എങ്ങും കിട്ടില്ലല്ലോ, ഞങ്ങൾ ചോദിച്ച രീതി തെറ്റിപ്പോയോ, ഞങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷനല്ലേ ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്, മാതാവ് അതിനുവേണ്ടിയായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ എല്ലാ മെഡിക്കൽ കോളേജിലേക്കും അപേക്ഷ കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആഗ്രഹം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലൊന്നാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ. അവിടെ അഡ്മിഷൻ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾ നിയോഗം എഴുതി കൊടുത്തപ്പോൾ അത് ചോദിച്ചില്ലല്ലോ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് എൻ്റെ മനസ്സ് വായിക്കാൻ സാധിക്കുമല്ലോ, ഞങ്ങളുടെ ഹൃദയം വായിക്കാൻ സാധിക്കുമല്ലോ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങയുടെ തിരുക്കുമാരന് മനസ്സുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസിൽ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. എന്നാലും ഞങ്ങളുടെ ഭാഗം ചെയ്യണമല്ലോ. ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി ഞങ്ങൾ അതിന് ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വിവരം അറിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയ് കഴിഞ്ഞല്ലോ, ഞങ്ങൾക്കിപ്പോൾ ജൂൺ ജൂലൈ ആയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പേടിച്ചു. സാരമില്ല, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, മാതാവ് എന്തെങ്കിലും ചെയ്യും. പക്ഷേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, സുപ്രീം കോടതി ഒട്ടനവധി ക്രമക്കേടുകൾ നടന്നു എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി കേസ് ഏറ്റെടുക്കുകയും സുപ്രീം കോടതിയുടെ പ്രത്യേക പരിഗണനയിൽ ഒന്നും കൂടെ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സെൻറ്റ് ജോൺസ് അധികൃതർ, കർണാടക എൻട്രൻസ് അതോറിറ്റി ഒന്നും കൂടെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. ഞങ്ങൾ ഉടനെ തന്നെ അത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് തുറന്നു തന്നാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ അപേക്ഷയും കൊടുത്തു. ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും നേരിടേണ്ടി വന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു, മാതാവ് ഇത്രയും ചെയ്തു തന്നെങ്കിൽ ഞങ്ങൾക്കൊരു അഡ്മിഷനും തരും. മാതാവ് കഴിഞ്ഞ സെപ്റ്റംബർ 2 എൻ്റെ മകന് അഡ്മിഷൻ തന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒത്തിരി. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് എൻ്റെ മകന് വേണ്ടി മകനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്ക് തന്നെ ഒത്തിരി മാറ്റം വന്നു. എനിക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റം എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും പ്രതിഫലം ഇച്ഛിക്കാണ്ട് ഓരോ ദിവസവും ഓരോ മനുഷ്യനു വേണ്ടി
ഒരു പ്രതിഫലവും തരാൻ കഴിവില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ തപ്പിപ്പിടിച്ച് അവനെ സഹായിക്കുക എന്ന എൻ്റെ ഒരു ലക്ഷ്യമായി മാറും. ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത, എന്നോട് ചിരിച്ചു കാണിക്കാത്ത, എന്നോട് ദേഷ്യത്തോടെ പെരുമാറാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെ തപ്പിപ്പിടിച്ച് അവന് വേണ്ടി ഒരു ദിവസം ഒരു സഹായം ചെയ്തു കൊടുക്കുക. എൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ അക്രൈസ്തവരാണ്. അവർക്ക് ആർക്കും ദൈവത്തിലും മാതാവിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചു കിട്ടും. അപ്പോൾ ഞാൻ നിരന്തരമായി പറഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവയായ ഒരു സ്ത്രീ അവരുടെ ട്രാൻസ്ഫറിന് വേണ്ടി ലൈസൻസ് പറഞ്ഞതല്ലേ, ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അവർ ശ്രമിച്ചു, അവർക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഓ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാവരും പറയും, നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അസാധ്യമായിട്ട് സാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും കൃപാസനത്തിൽ പോകരുത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്നാൽ ന്യായമായൊരു കാര്യത്തിന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. ഞാൻ അതിന് പൂർണ്ണ ഗ്യാരണ്ടിയാണ്. എന്നിൽ കുറേ പേർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ കാരണം ഇപ്പോൾ ഒത്തിരി പേർ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതിനെക്കുറിച്ചും എനിക്ക് സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ദൈവം തന്നതിനെക്കുറിച്ചും ഞാൻ നന്ദിയോടെ ഞാനിത് സമർപ്പിക്കുന്നു. മാതാവിന് ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ജൊഹാൻ. യാദൃശ്ചികം പരിചയപ്പെട്ട ബേസിലിന് ചേട്ടനാണ് എന്നോട് ഉടമ്പടി എടുക്കാനും ഉടമ്പടി എടുത്ത് എന്തായാലും MBBS അഡ്മിഷൻ കിട്ടുമെന്നും പറഞ്ഞത്. അത് പ്രകാരമാണ് ഞാൻ അബ്ബയോട് പറഞ്ഞത്. അപ്പോൾ അബ്ബ എടുത്തത്. ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൽ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടെ കുർബാന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. എല്ലാ ദിവസം കൊന്ത ചെല്ലുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. ഇവിടെ നിന്നൊരു എന്തായിരുന്നു രൂപം കിട്ടിയായിരുന്നു മാതാവിൻ്റെ. ആ രൂപം അവിടെ എക്സാമിൻ്റെ സമയത്ത് നീറ്റ് എക്സാമിന് കയറ്റാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എണ്ണ പുരട്ടി, മാതാവ് ഇവിടുന്ന് കിട്ടിയ കൃപാസനത്തിന് എണ്ണ പുരട്ടിയാണ് ഞാൻ അവിടെ എക്സാം എഴുതാൻ പോയത്. പരിപൂർണ്ണ വിശ്വാസത്തോടെ നന്നായിട്ട് എക്സാം എഴുതാൻ സാധിച്ചു. ഞാൻ ആഗ്രഹിച്ച മാർക്ക് എനിക്ക് തന്നു. പക്ഷേ അവിടെ നീറ്റിൻ്റെ ക്രമക്കേടും റാങ്ക് ലിസ്റ്റിലെ പ്രശ്നമൊക്കെ കാരണം റാങ്ക് വരെ കുറഞ്ഞു പോയി. അപ്പോൾ ഫുൾ നിരാശയായിരുന്നു, ഇനി കിട്ടുമോ ഇല്ലയോ, എവിടെ നിന്ന് കിട്ടിയാൽ മതി എന്ന അവസ്ഥയായി. അപ്പോഴാണ് ഞങ്ങൾ സെൻറ്റ് ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. സെൻറ്റ് ജോൺസിൻ്റെ അപേക്ഷയൊക്കെ സമയം കഴിഞ്ഞായിരുന്നു. പക്ഷേ പിന്നെയും മാതാവ് നീട്ടി തന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം അവിടെ തന്നു. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചു. സെപ്റ്റംബർ 2-ാം തീയതി അഡ്മിഷൻ കിട്ടി. ഈ വരുന്ന ഒക്ടോബർ 14-ാം തീയതി 2024 ഞാൻ MBBS എൻ്റെ പഠനം ആരംഭിക്കും. ഇതൊക്കെ ചെയ്തു തന്ന മാതാവിനെ ഈശോയ്ക്ക് നന്ദി. ഈശോ ആരാധന. മക്കബായരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ലൈസൻ എന്ന സഹോദരനും മകനും എത്ര സുന്ദരമായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെ പങ്കുവയ്ക്കുന്നത്. അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ മകൻ്റെ എൻട്രൻസ് പരീക്ഷയിലുള്ള മാർക്കുകൾ 600-ന് മേളിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവേശനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലേക്ക് ഉയരുന്നു. വീണ്ടും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 600ഓളം ആഗ്രഹിച്ചു. 627ഓളം മാർക്ക് നൽകി മകന് വീണ്ടും മെച്ചപ്പെട്ട റിസൾട്ട് മകന് നൽകുന്നു. വിജയം പ്രതീക്ഷിച്ചിരുന്നിടത്ത് അപ്രതീക്ഷിതമായി വന്ന തകർച്ച, പരീക്ഷാ ക്രമക്കേട്, 47,000 റാങ്കിൻ്റെ പിറകിലേക്ക് മകൻ പോകുന്നു. എങ്ങും എവിടെയും കിട്ടത്തില്ല എന്ന സാധ്യതകൾ ഉരുത്തിരിയുമ്പോൾ അല്പം പോലും സംശയമില്ലാതെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം, വീണ്ടും കോടതിയുടെ ഇടപെടലും റാങ്കിൻ്റെ പുനഃക്രമീകരണവും വീണ്ടും ഒരു സാധ്യത നേടുവാനാവുന്ന വിധത്തിൽ അവരുടെ മാർക്കുകളും റാങ്കും പുനഃക്രമീകരിക്കപ്പെടുന്നു. പിന്നീട് ആഗ്രഹിച്ചിരുന്നത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെങ്കിലും അവിടെ പണ്ടേ പ്രവേശനം തീർന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴും അമ്മ മാതാവ് ഇത്രത്തോളം എത്തിച്ചുവെങ്കിൽ ഇതിൻ്റെ അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന പ്രത്യാശ അതവർക്ക് അവസാനം ആ റാങ്കിലൂടെ, ആ പ്രവേശനത്തിലൂടെ, വീണ്ടും വിളിച്ച ആപ്ലിക്കേഷനിലൂടെ ആ കുടുംബത്തിലുള്ള പ്രവേശനമായി ആ കോളേജിൽ മാറുകയും ചെയ്യുന്നു. കൃപാസന മാതാവിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യതയുള്ളതാക്കി തരുന്നുവെന്നത്. രണ്ടാമത്തത്, എത്ര കണ്ട് നമുക്ക് ഇനി ഇല്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വിഷയത്തിലും പുതിയ വാതിലുകൾ അമ്മ തുറന്നു തരും. അതിന് നമ്മൾ എയർ ലിഫ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അടിപതറി നിലം പറ്റി കിടക്കുന്നൊരു മകനെ അവിടെ നിന്ന്
ആകാശത്തേക്ക് എടുത്തുയർത്തി എവിടെയാണോ അവനെ ഉറപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുചെന്ന് ഉറപ്പിക്കുവാൻ തക്കവിധം അമ്മയുടെ കരവും മാധ്യസ്ഥവും കൂടെ ഉണ്ടാവും. ഈ രണ്ട് അനുഭവങ്ങളും ഈ മകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കണം, നിലംപറ്റ കിടക്കുകയാണെങ്കിലും അമ്മ എടുത്തുയർത്തി അനുഗ്രഹിക്കുമെന്ന്. നമ്മുടെ ജീവിതം എത്ര കണ്ട് പിറകിലാണെങ്കിലും മുൻപോട്ട് കൊണ്ടുവരുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന്. അതോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണുകളിൽ നമ്മളേറെ പിറകിലെന്ന്, നമ്മുടെ നിലവാരം കുറവെന്ന് നാം തിരിച്ചറിയുമ്പോഴും അമ്മ തിരുക്കുമാരൻ്റെ കണ്ണുകളിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയും കണ്ടുകൊണ്ട് അത് എടുത്തുകൊടുത്ത് മകനെ കൊണ്ട് ആശീർവദിച്ച് ലോകത്തിന് മുൻപിൽ അനുഗ്രഹമായി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തെ കരഘോഷത്തോടു കൂടി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അമ്മ മാതാവിന് സന്തോഷത്തോടു കൂടി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.